ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് ഉണ്ട് എല്ലാവർക്കും. ഇന്നിപ്പോൾ ഫെബ്രുവരി 2 തിങ്കളാഴ്ചയാണ്. ഞാനിപ്പോൾ തൃശ്ശൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എന്തായാലും റിട്ടേൺ വീഡിയോയിൽ ബ്ലാ എന്ന് പറഞ്ഞ കാറിൻ്റെ ആപ്പിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നാണ് ബാംഗ്ലൂർക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതൊക്കെ ഉൾപ്പെടുത്താൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ മണ്ണുത്തിലാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കാർ, സിയാസ്, മാരുതി സിയാസ് ആണ്. ഇതിനെപ്പറ്റി കുറച്ച് കഴിഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തായാലും ഞാൻ കാറിൽ കയറിയിട്ടുണ്ട്, യാത്ര ചെയ്യുകയാണ്. ഇതിനിടയിൽ ഞാൻ എന്തായാലും മാക്സിമം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ട്രൈ ചെയ്യും. ഓക്കെ, ഹായ് ഗൈസ്. അപ്പോൾ ത്രില്യാത്രി വ്ളോഗായിട്ട് ഇടണമെന്ന് ഉണ്ടായിരുന്നില്ല, ബട്ട് എന്തായാലും ഞാനിപ്പോൾ തൃശ്ശൂർ ടു ബാംഗ്ലൂർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് തന്നെ പറയാം. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചപ്പോൾ വ്ളോഗ് മാതിരി തന്നെ ചെയ്തോളൂ, എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കയറിയത് മണ്ണുത്തിയിൽ നിന്നാണ്. അപ്പോൾ ഇവർ വരുന്നത് സഞ്ജയ് നല്ല പേര്. അപ്പോൾ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഒരാളുണ്ട്, ആളുടെ പേരെന്തായിരുന്നു? മാർസ്. അപ്പോൾ മാർസ് തൃശ്ശൂർ മണ്ണുത്തി എൻ്റെ കൂടെ തന്നെയാണ് കയറിയത്. പിന്നെ ഇനിയൊരാളുണ്ട്, ആളുടെ പേര് അനകേഷ്. എവിടെ നിന്നാണ് ജോയിൻ ചെയ്തത്? ചാലക്കുടി. ഓക്കെ. അപ്പോൾ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ വീഡിയോയിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, ഈ ബ്ലാ എന്ന് പറഞ്ഞ ആപ്പും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സംബന്ധിച്ചുള്ള കുറച്ച് ചെറിയ ഡീറ്റെയിൽസ് അടങ്ങുന്ന, പാസഞ്ചേഴ്സ് കം ഹോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വ്ളോഗ് മാതിരിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഹോസ്റ്റായ സഞ്ജയിനോട് നമുക്ക് ഇതിൻ്റെ അഭിപ്രായം ചോദിച്ചു നോക്കാം, എങ്ങനെയാണ് ബ്ലാ എക്സ്പീരിയൻസ് ഒക്കെ. എൻ്റെ ഒരു സഞ്ജയ് എന്നാണ്, ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യണേ. ബേസിക്കലി ഞാൻ കേരളയിൽ നിന്നാണ്, തൃശ്ശൂരാണ്. സോ ഞാൻ ബ്ലാ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ക്ലോസ് ടു 9 years ആയി. ഞാൻ എൻ്റെ ഒരു 25 റൈഡ്സോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബ്ലാബിൽ. സോ അതിലൊരു 15 ട്രിപ്സ് ഫ്രം ഹൈദരാബാദ് ആയിരുന്നു, ബാക്കിയെല്ലാം ഒരു ബാംഗ്ലൂർ ട്രിപ്സ് ആയിരുന്നു. നിങ്ങളുടെ ബ്ലാ എക്സ്പീരിയൻസിൽ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആയിട്ട് പറയാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? ഏറ്റവും നല്ല എക്സ്പീരിയൻസ് നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. ഞാൻ നേരമായിട്ട് എല്ലാ ട്രിപ്സിലും മിനിമം ഒരു 2 പേരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ട്രിപ്സ് ഒക്കെ വളരെ ഈസി ആയിരിക്കും. നമ്മളിങ്ങനെ സംസാരിച്ച് ബേസിക്കലി ഞാൻ നല്ലപോലെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒരു സോളോ ട്രിപ്പ് അടിക്കാനായിട്ടും വളരെ സുഖമായിരിക്കും, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിട്ട് ഒരു ട്രിപ്പ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ തിങ് ഈസ് നമുക്ക് കുറേ പുതിയ ആൾക്കാരെ കാണാൻ പറ്റും, പുതിയ കണക്ഷൻസ്. എന്നെ പേഴ്സണലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ചില കണക്ഷൻസ്. ഞാൻ കുറേ പേരായിട്ട് ഇപ്പോഴും കണക്ഷൻസ്, ഇപ്പോഴും നമ്മൾ ആ ഒരു റിലേഷൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ആ ട്രിപ്പ് വളരെ പ്ലസന്റ് ആയിരിക്കും. നമ്മൾ ഒറ്റയ്ക്ക് പോകാനായിട്ട് എത്രയോ രസമായിരിക്കും വെൻ യു ഹാവ് എ കമ്പാനിയൻ. പിന്നെ മോറോവർ നമ്മുടെ ഫ്യൂവൽ എക്സ്പെൻസ് ഒരു ലിറ്റർ പെട്രോളിന് വേണ്ടിയിട്ട് 102 rupees. സോ കാർ പൂളിംഗ് ആണെങ്കിൽ നമ്മുടെ ഫ്യൂവൽ എക്സ്പെൻസ് കം ഡൗൺ. നെക്സ്റ്റ് ടൈം നമുക്ക് കാർ എടുത്ത് പോകാനുള്ള ഒരു എൻകറേജ്മെന്റ് ആണ് ഈ ഒരു ട്രിപ്സ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുമ്പോൾ. എൻ്റെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നോർമൽ പീപ്പിളിനൊക്കെ ഇപ്പോൾ അധികം ആർക്കും ബ്ലാനെ പറ്റി അറിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നോർമൽ പീപ്പിളൊക്കെ ഇപ്പോൾ ഇത് അറിഞ്ഞ് വരികയാണെങ്കിൽ എങ്ങനെ കൺവീനിയൻ്റ് ആവാൻ സാധ്യതയുണ്ട്? അവർക്ക് എത്ര ഈസി ആയിട്ട് ബുക്ക് ചെയ്ത് പോകാനൊക്കെ ഇത് നല്ലൊരു ആപ്ലിക്കേഷനാണോ, എങ്ങനെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ബ്ലാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, ബസ്സുകളും നമ്മൾ ബാക്കിയുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പെസിഫൈഡ് ടൈം ഉണ്ടാവും. ലെറ്റ്സ് സേ നമ്മൾ ബസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈവനിങ്സാണ്. പിന്നെ ട്രെയിൻസ് ആണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഒരു 4-5 ട്രെയിൻ ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം എത്ര ട്രെയിൻ ഉണ്ടാവും? ഇപ്പം നമ്മുടെ ഫ്രം ബാംഗ്ലൂർ ടു കേരള. പക്ഷെ ബ്ലാബ്ല അങ്ങനെയല്ല. അതിൽ നിറയെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. പിന്നെ നമുക്ക് ഈ ബൈ റോഡ് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ബ്ലാബ്ലയാണ്. പിന്നെ സെക്കൻഡ്ലി ഇറ്റ്സ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്. നമ്മളൊരു
AC സ്ലീപ്പർ എടുത്ത് പോകേണ്ട പൈസ പോലെ ആവില്ല. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ബ്ലാ ബുക്കിങ്സ്. പിന്നെ അതൊരു മെയിൻ പോയിന്റാണ്. നമുക്ക് ഇഫ് യു വോണ്ട് ടു യൂസ് റെസ്റ്റ് റൂം നമുക്ക് ബസ്സിൽ എപ്പോഴും യൂസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ബട്ട് ഹിയർ ഇൻ എ കാർ നമുക്ക് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ മോർ കംഫർട്ടബിൾ ആയിരിക്കും. കാരണം നമുക്ക് ഈ സൈറ്റ്സും സൈറ്റ് സീയിങ്ങും പിന്നെ അതുപോലെ തന്നെ ചാറ്റ്സ്, ടോക്സ്, മ്യൂസിക് ഒക്കെ കേട്ട് അത് വേറെ എക്സ്പീരിയൻസ് ആണ്. ബ്ലാ. പിന്നെ വേറെന്തായിരുന്നു, വേറൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ബ്ലാ അത്ര ഫേമസ് ആയിട്ടില്ല. ലൈക്ക് എല്ലാവർക്കും അറിയില്ല ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ള കാര്യം. അറിയില്ലെന്ന് നമ്മൾ പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ ഈ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത്. പിന്നെ ഫ്രോഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കാരണം നമ്മളെ പേയ്മെൻറ്റ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൺലി ആഫ്റ്റർ ദ ട്രിപ്പ് എൻഡ്സ്. ചാർജസ് ആയാലും ഇറ്റ് ഈസ് നോമിനൽ, നോട്ട് ദാറ്റ് ഹൈ. ഇപ്പം നമ്മളൊരു കാർ എടുത്ത് പൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്വന്തം കാറാണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പെൻസ് പോലും ഇല്ല. ജസ്റ്റ് 1/4 അത്രേ ഉള്ളൂ. മെയിനായിട്ട് നമ്മൾ ട്രിപ്സൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ ഹാപ്പിയാണ് അല്ലേ? അതെ. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് പറയാനായിട്ട് എനിക്കെല്ലാം വളരെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണല്ലോ. ലൈക്ക് ഐ ഡോണ്ട് ഹാവ് എനി ബാഡ് എക്സ്പീരിയൻസ് ഇൻ ബ്ലാ. ഡോണ്ട് നോ ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവോ ഇല്ലയെന്ന് അറിയില്ല. ബട്ട് ആസ് ഓഫ് ഇത്ര കാലത്തെ 9 years എക്സ്പീരിയൻസിൽ ഓക്കെ. അപ്പോൾ എല്ലാവരും നമ്മുടെ സഞ്ജയ് ചേട്ടൻ ഹോസ്റ്റ് പറഞ്ഞത് കേട്ട് കഴിഞ്ഞല്ലോ. ഇപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ പാസഞ്ചർ സൈഡിലോട്ട് നമുക്ക് ഇനി പോവാം. ആദ്യം നമുക്ക് തുടങ്ങാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന നമ്മുടെ മാർസി ചേട്ടൻ്റെ അടുത്താണ്. ഓക്കെ, ഹായ്. ഞാൻ സത്യത്തിൽ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ബ്ലാബ്ലാല്. ഞാൻ ഈ ആപ്ലിക്കേഷനെ കുറിച്ച് കേട്ടിരുന്ന മുമ്പ് ഞാൻ യൂസ് ചെയ്തിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ചെറിയൊരു പേടി കാര്യങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇന്ന് ഞാനൊരു എമർജൻസി ആയിട്ട് നാട്ടിലോട്ട് വന്നതാണ്. ഇന്ന് രാവിലെ ഞാൻ എത്തിയുള്ളൂ തൃശ്ശൂർ. അപ്പോൾ എനിക്ക് തിരിച്ചപ്പോൾ തന്നെ പോരണമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ രാവിലെ ആകെ ഒരു ബസ്സാണ് എനിക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഈ ബസ്സിൽ എനിക്ക് യാത്ര സത്യത്തിൽ ഞാൻ ഒന്നില്ലെങ്കിൽ ബൈ റോഡ് ഡ്രൈവ് ചെയ്ത് വരാം, അല്ലെങ്കിൽ ബൈ ട്രെയിൻ. കാരണം ബസ് എപ്പോഴും എനിക്കൊരു ഇൻകൺവീനിയൻ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമുക്കൊന്ന് പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യാനോ കാര്യങ്ങൾക്കൊക്കെ അത്രയും, അത് ബസ്സുകാരും പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും ആൾക്കാർ ഉള്ളപ്പോൾ നമ്മുടെ ഒരാൾക്ക് വേണ്ടി മാത്രം അവർക്ക് അതിന് വേണ്ടിയിട്ട് ഫെസിലിറ്റി തരാൻ പറ്റില്ല. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ബ്ലാബ്ലാ നോക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ബ്ലാബ്ലായിൽ റൈഡ് നോക്കിയപ്പോൾ ഇതുപോലെ സഞ്ജയുടെ റൈഡ് കണ്ടു. അങ്ങനെ ഞാൻ സഞ്ജയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ സത്യത്തിൽ ഇത് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എക്സ്പെൻസ് വൈസ് ആയാലും നമുക്കൊരു ബസ്സിൻ്റെ ഒരു കോസ്റ്റിൻ്റെ അടുത്ത് തന്നെ വരുന്നുള്ളൂ. അതല്ല കാര്യം, നമ്മളൊരു 5 പേര് നമുക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് ഈ പറഞ്ഞ പോലെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന പോലെ തന്നെ നമുക്ക് പോകാൻ പറ്റുന്നൊരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ശരിക്കും പറഞ്ഞ ബ്ലാബ്ലാ. ആക്ച്വലി ഇത് വളരെ എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോമാണെന്ന് എനിക്ക് തോന്നുന്നത്. എസ്പെഷ്യലി ബാംഗ്ലൂർ. കാരണം നമുക്ക് ബാംഗ്ലൂർ താമസിക്കുന്നവർക്കാണ് കൂടുതലും ഈ ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂ ഉള്ളത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇനിയും ഒരു 10 വന്ദേ ഭാരത് വന്നാൽ പോലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് മാറുമെന്ന് എനിക്ക് തോന്നണില്ല. അത്രയധികം ആൾക്കാരാണ് ഡെയിലി ബാംഗ്ലൂർ വന്ന് പോകുന്നത്. അപ്പോൾ ബ്ലാബ്ലാ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ യൂസ് ചെയ്യുക. മെയിൻ കാര്യം അതിനകത്ത് നിങ്ങൾ ഒരിക്കലും മോശം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കരുത്. അത് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ പിന്നീട് അത് എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ബ്ലാബ്ലാ ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു. യാത്ര ചെയ്തുകൊണ്ടിരുന്നത് കാറ് ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തിയില്ല. ഇതാണ് നമ്മുടെ മാരുതിയുടെ സിയാസ് എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടി തന്നെയാണ് കേട്ടോ. ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ട്. അപ്പം ഇറങ്ങാം. ഇത് ഇവിടെ ധർമ്മപുരി പുതിയ റോഡാണ്. നമ്മളിപ്പോൾ ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ട്. എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് പോയി ചായ കുടിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ധർമ്മപുരി റോഡിലാണ്.
അപ്പോൾ നമ്മുടെ അനദർ കോ പാസഞ്ചർ ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ആളുടെ എക്സ്പീരിയൻസ് ഇപ്പോൾ നമുക്ക് ഷെയർ ചെയ്യും. Hi guys, how are you? This is my second trip from Blah Blah, and it's I can say it's a very good experience. Blah Blah, we don't have any limitations. We can choose our ride. We can choose our co-passengers. We can choose our rider, and it's been great experience. Lovely co-passengers we have got. അപ്പോൾ ആൾ ആക്ച്വലി അൺഒഫീഷ്യലാണ് ഇപ്പോൾ ഈ ട്രിപ്പിൽ, അതുകൊണ്ടാണ് ഒരു ചെറിയ ക്ലിപ്പ് മാത്രമേ ഉള്ളൂ ആളുടെ പറ്റി. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ മിസ്സായിപ്പോൾ ഒരാൾ കൂടിയുണ്ട്, അനഗേഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വ്യക്തിയുടെ ആക്ച്വലി ഞാൻ റെക്കോർഡ് ചെയ്തതാണ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ചില ക്ലിപ്സ് ഡിലീറ്റ് ചെയ്യുന്നിടയിൽ അത് അൺഫോർച്ചുനേറ്റ്ലി ഡിലീറ്റ് ആയിപ്പോയി. ഇവിടെ ഏതാ ചെന്നസാന്ദ്ര മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ യാത്ര കൂടിയുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ സഞ്ജയ് മാർസ്. അപ്പോൾ ബൈ. നമ്മുടെ ബ്രോ ഇവിടെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ആക്ച്വലി എനിക്ക് പോകേണ്ടത് കെങ്കേരിയിലോട്ടാണ്, ബട്ട് ഞാൻ ഇറങ്ങിയത് ചെന്നസാന്ദ്ര മെട്രോ സ്റ്റേഷനിലാണ്. വേറെ ഒന്നുള്ള റീസൺ, ടുവേർഡ്സ് സിൽക്ക് ബോർഡിലോട്ട് എന്തായാലും നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ബട്ട് ഇവർക്ക് ഹോസ്റ്റിനും പിന്നെ കുറച്ച് രണ്ടാൾ കൂടിയും പോകേണ്ടിരുന്നത് ഇലക്ട്രോണിക് സിറ്റിയിലോട്ടാണ്. അപ്പോൾ സെയിം ഡിസ്റ്റൻസ് ആയിരുന്നു സിൽക്ക് ബോർഡിലോട്ടും ഇതിലോട്ടും. ഐ മീൻ ഇലക്ട്രോണിക് സിറ്റിയിലോട്ടായിരുന്നു കുറച്ചുകൂടി നിയറസ്റ്റ്. ഐ മീൻ ടൈം കുറച്ചുകൂടിയും കുറച്ച് കാണിച്ചത്. സിൽക്ക് ബോർഡിലോട്ടായിരുന്നു ആക്ച്വലി കൂടുതൽ കാണിച്ചത് ടൈം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇവിടെ ഇറങ്ങിയത്, ഇവിടെ ചെന്നസാന്ദ്ര. അതാകുമ്പോൾ എന്തായാലും എനിക്ക് ഒറ്റ ലൈൻ ഉണ്ടാവുള്ളൂ. ഫ്രം ചെന്നസാന്ദ്ര ടു കെങ്കേരിയിലോട്ട് ഒറ്റ ലൈൻ ട്രെയിൻ ആയിരിക്കും, മെട്രോ ട്രെയിൻ. അപ്പോൾ ഈ വ്ളോഗിൽ എന്തായാലും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇറങ്ങിക്കുന്നത് ജ്ഞാനഭാരതി മെട്രോ സ്റ്റേഷനിലാണ്. കാരണം എൻ്റെ ഫാദർ ഇവിടെ വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും തെറ്റുകൾ ഉണ്ടാവും എന്നറിയാം, കാരണം എൻ്റെ ഫസ്റ്റ് വ്ളോഗാണെന്ന് തോന്നുന്നു. ആക്ച്വലി വ്ളോഗുമാതിരി എടുക്കണമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷേ വ്ളോഗുമാതിരി ആയി. കാരണം എനിക്കിതൊന്ന് നിങ്ങളായിട്ടൊന്ന് ഇതിൻ്റെ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിങ്ങനെ ഒരു വ്ളോഗ് മാതിരി ആക്കിയത്. എന്തായാലും ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഫ്യൂച്ചറിലും ഇങ്ങനത്തെ നല്ല നല്ല കണ്ടൻറ്റ്സ് കിട്ടാനായിട്ട് നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.